അപ്പോൾ നമ്മളെ പിന്നെ ഗുണ്ടൽപേട്ട ഭാഗത്താണുള്ളത്. നമ്മളടുത്ത് ഇവിടെ നമുക്ക് ധാരാളം കാബേജ് കൃഷിയാണ് കാണുന്നത്. ഗുണ്ടൽപേട്ട ഏരിയയാണ് ഈ ഭാഗം. നമുക്ക് പിന്നെ ചോളം, നമ്മളെ കമ്പെന്നൊക്കെ പറയില്ല, ചോള കൃഷിയാണ് ഈ ഭാഗം. ഇതൊക്കെ കാബേജാണ്, കാബേജ് കൃഷിയാണ് ഇവിടെ കാണുന്നത്. ഹായ്, ഇക്ബാലാണ്. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ വീഡിയോ അവസാനിപ്പിച്ച ആ ഒരു റെസ്റ്റോറൻറ്റ് മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടുന്ന് പിന്നെ പ്രാതലൊക്കെ കഴിച്ചിട്ട് പിന്നെ തുടർ യാത്ര ചെയ്യുകയാണ്. ഇനി നമ്മൾ മുത്തങ്ങ വഴി പിന്നെ ഗുണ്ടൽപേട്ടേക്കാണ് പോകുന്നത്. അവിടുന്ന് മസിനഗുഡി വഴി ഊട്ടി കയറാനാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാം. കാരണം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഒറ്റൊരു എപ്പിസോഡാക്കുമ്പോൾ ഭയങ്കര ലെങ്ത്ത് വരും, നിങ്ങൾ കാണുന്നവർക്കൊക്കെ ഒരു ബോറായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട റെസ്റ്റോറൻ്റാണിത്, പിന്നെ ടേസ്റ്റ് ആൻഡ് മിസ്റ്റ് പറഞ്ഞ്. അപ്പോൾ എല്ലാം ഞങ്ങൾ നല്ല ഭക്ഷണമായിരുന്നു ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോയുള്ള കാഴ്ച നമുക്ക് കാണാം. എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഷാബിയും മാജിയും അല്ലും പൂവിയൊക്കെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കി കാഴ്ച കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഫ്രഷായി, പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അല്ലോ, ഇതെന്താ തിന്നത്? അപ്പൂന്നാ. അപ്പോൾ ഞങ്ങൾ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ആ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല കടലക്കറി, പൊറോട്ട, അപ്പം, നല്ല ഭക്ഷണമാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ കോട കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമുക്ക് റോട്ടിലൊക്കെ കോട കാണാം. സമയം ഏകദേശം 8-9 മണി ആയി തുടങ്ങി. കോടയ്ക്കൊരു കുറവില്ല. അപ്പോൾ അത് അങ്ങോട്ട് കൽപ്പറ്റ ടൗണാണ്. ഞങ്ങൾ ബൈപ്പാസിനാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ സുൽത്താൻ ബത്തേരി മാനന്തവാടി റൂട്ടിലാണ് ഉള്ളത്. മൈസൂർക്ക് 277 കിലോമീറ്ററാണ് ഉള്ളത്. കൈനാട്ടിയാണ് എത്തിയിട്ടുള്ളത്, കൽപ്പറ്റ കൈനാട്ടി. പോകുന്ന സൈഡിലൊക്കെ കാപ്പിത്തോട്ടാണ്. ഇതുവരെ നമ്മൾ തേയിലത്തോട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കാപ്പിയാണ്. കാപ്പിക്കുലൊക്കെ നമുക്ക് അതിൽ കാണാം. കാപ്പിത്തോട്ടം നമുക്ക് പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ അത്ര ഭംഗി ഉണ്ടാവും. അത് ഉണങ്ങിക്കൊണ്ടൊക്കെയാണ്. എല്ലാവരും നല്ല മയക്കത്തിലാണ്. പുലർച്ച പുറപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ക്ഷീണം. അല്ലു, മാജി, പൂവി എല്ലാവരും നല്ല ഉറക്കം. സുൽത്താൻ ബത്തേരി പിന്നെ ടൗണിലാണുള്ളത്. നമ്മളെ കേരളത്തിന് ഏറ്റവും വൃത്തിയുള്ള ഒരു ടൗണായിട്ടാണ് നമ്മൾ സുൽത്താൻ ബത്തേരി നമ്മൾ പല മാധ്യമങ്ങളും കണ്ടിട്ടുണ്ട്. സൈഡ് ഭാഗങ്ങളൊക്കെ പിന്നെ പൂക്കളും ചെടികളൊക്കെ വെച്ചിട്ട് ഈ ഒരു കൈവരിയിലൊക്കെ ഇതിൻ്റെ ചെടികൾ കാണാം. ഒറ്റ വേസ്റ്റ് ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു പ്ലേസാണ്. സൈഡിലെ നമുക്ക് ഈ കൈവരിയിലൊക്കെ ചെടികൾ വെച്ച് കാണാം. മറ്റൊരു പേപ്പർ കഷ്ണങ്ങളോ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഈ ടൗണിൽ കാണാൻ കഴിയും. അത്രയ്ക്ക് വൃത്തിയുള്ള നല്ലൊരു പ്ലേസാണ്. ഒരു യൂറോപ്യൻ നിലവാരമുള്ള ഏകദേശം
അതിൻ്റെ അടുത്തേക്ക് കിടപിടിക്കുന്ന ഒരു ടൗണാണ്. രണ്ട് ഭാഗം നമുക്ക് ചെടികൾ വെച്ചതായിട്ട് കാണാം. വേസ്റ്റ് ഇല്ല കേട്ടോ റോഡ് സൈഡിൽ. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം റോഡ് അത്രക്കും വൃത്തിയാണ് ഈ ഒരു സുൽത്താൻബത്തേരി ടൗണ് മെയിൻറ്റെയിൻ ചെയ്ത്. നമുക്ക് ഊട്ടി ഗൂഡല്ലൂർ റോഡാണിത്. നമ്മൾ നേരെയാണ് പോകുന്നത് ഗുണ്ടൽപേട്ട. ഈ റോഡ് നമുക്ക് പിന്നെ ഇങ്ങോട്ട് എത്തും. ഗൂഡല്ലൂർ എത്തിയിട്ട് അങ്ങോട്ട് തൊപ്പക്കാട്ടിന് പോവാം. ഇതിലെ പോവുകയാണെങ്കിൽ നമുക്ക് ഗുണ്ടൽപേട്ട എത്തിയിട്ട് ഇങ്ങോട്ട് മുകൾക്ക് പിന്നെ ഗൂഡല്ലൂർ റോഡിൽ നിന്ന് കുറച്ചുകൂടി കയറണം. എങ്കിൽ നമ്മൾ ഇതിലെ പോകണം. ഇതിലെ കുറച്ചുകൂടി കാഴ്ച കിട്ടുന്നുള്ള രീതിയിലാണ് പോകുന്നത്. ബന്ദിപ്പൂര് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ സമയം ഏകദേശം 9:15. പിന്നെ അപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. എങ്കിലും മാൻകൂട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഏത് സമയത്തും കാണാം ബന്ദിപ്പൂര്. മറ്റുള്ള മൃഗങ്ങളൊക്കെ അന്ന് രാവിലെ പോവുകയാണെങ്കിലൊക്കെ ആ കാഴ്ച കിട്ടും. അങ്ങാടിയൊക്കെ ഏകദേശം സജീവമായി തുടങ്ങി. വണ്ടികളും ആളുകളൊക്കെ അത്യാവശ്യം തിരക്കായി. ലോഡുകളാണ് അതൊക്കെ. നമുക്ക് തിന്നാനൊക്കെ കർണാടകത്തു നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരണല്ലോ, ആ ഒരു ലോഡുകളാണ്. പച്ചക്കറി ആയിട്ടും അരിയായിട്ടും ധാരാളം ലോറികളെ നമുക്കിവിടെ കാണാം. ഫോറസ്റ്റാണ് നമ്മുടെ ഈ ഭാഗം. ജീപ്പ് സഫാരിയൊക്കെ ഇവിടുന്ന് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതിനൊന്നും നിൽക്കണില്ല, സമയമില്ല. നമുക്ക് ഊട്ടി എത്തണം. അപ്പോൾ മസിനെ കൂടെയൊക്കെ കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഊട്ടി എത്താൻ. മുത്തങ്ങ ഫോറസ്റ്റാണിത്. പിന്നെ നമ്മൾ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏരിയ ആണ്, ഇതിൽപ്പെട്ട ഫോറസ്റ്റാണ്. നമുക്കിവിടെ കാണാം. 2 മാനുണ്ട് അവിടെ. അത് കഴിഞ്ഞ് വേണ്ട, ഞാൻ 2 മാനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ മാനിനെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. നമുക്ക് വല്ല പുലിനെ കടുവിനെ കാണാൻ നോക്കാം. അല്ലു നല്ല
കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട്, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളൊക്കെ ആണെങ്കിൽ വെറുതെ ഫൈന് അടിയൊക്കെയാണ്. ഞങ്ങൾ പിന്നെ ഇപ്പോൾ ബന്ദിപ്പൂർ ഡിവിഷനിലാണ് എത്തിയിട്ടുള്ളത്. കർണാടകൻ്റെ ബന്ദിപ്പൂർ വനമേഖലയിലാണ്. റൈഡേഴ്സാണ് വരുന്നത്, ബൈക്ക് റൈഡേഴ്സ്. ഇനി ഇടവിട്ട് അമ്പാണ്. കാരണം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ നമുക്ക് വേഗപരിമിതി ഉണ്ട്. കാരണം മൃഗങ്ങളെ എപ്പോഴെങ്കിലൊക്കെ ക്രോസിങ് ഉണ്ടായാൽ തട്ടിയാൽ പ്രശ്നമാണ്. മനുഷ്യനെ തട്ടിയാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല, മൃഗത്തെ തട്ടിയാൽ അത് വലിയൊരു ചോറായിട്ട് മാറും. അപ്പോൾ ഓരോ കുറച്ച് മീറ്റർ ഇടവിട്ടിട്ട് അമ്പുകളാണ് ഈ റൂട്ട് മുഴുവൻ. ഇത് മാത്രമല്ല, നമ്മൾ പിന്നെ ഗൂഡല്ലൂർ മൈസൂർ റൂട്ടിലും അതുപോലെ തന്നെയാണ്. നമുക്ക് പറത്തി പോകാൻ കഴിയില്ല. ഇപ്പം നമ്മൾ കർണാടക ഡിവിഷനിലാണുള്ളത്. കേരളത്തോട് വിട പറഞ്ഞ് കർണാടകത്തേക്ക് കയറി. ഇനി കർണാടകത്തിൽ നമ്മൾ വീണ്ടും തമിഴ്നാട്ടിലേക്കാണ് കയറാൻ പോകുന്നത്. കാര്യമായിട്ട് ഈ ഫോറസ്റ്റ് ഇതൊക്കെ തന്നെ കാണാനുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഫോറസ്റ്റ് ഏരിയ ആണ്, ഇല്ലീഗലായിട്ടുള്ള പരിപാടിയാണ്. വാഹനം നിർത്തിക്കാണ്ട് ഷൂട്ട് ചെയ്യുന്ന പരിപാടി. അവിടെ ചെറിയൊരു റിവർ ഒഴുകുന്നുണ്ട് ആ ഭാഗത്തേക്ക്. മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഉള്ളൊരു ഭാഗമാണ്. ഭാഗം മീൻസ് പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു മേഖലയാണ്. ഭാഗത്തൊക്കെ ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ ശരിക്കും അതൊക്കെ പ്രശ്നമാണ്. നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം പ്രശ്നം തന്നെയാണ്. ഇവിടെ ഒരു കവാടൊക്കെ ഉണ്ട്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഒരു പരിധിയാണ്. ധാരാളം കുരങ്ങന്മാരാണ് റൂട്ടിലൊക്കെ ഉള്ളത്. ക്യാമറ പറിക്കുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ നിർമ്മിതികളാണ് കൂടുതൽ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫുള്ള് മരങ്ങൾ നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. കാരണം ഒരു വരണ്ട ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയാണ്. നമുക്കിവിടെ ഒരു മാനിനെ കാണാൻ കഴിയും കേട്ടോ. റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് മാനാണ്. സൗണ്ടായിട്ട് പോയി. അപ്പോൾ അവിടെ മുന്നിലൊന്നുണ്ട്, അത് അവിടെ തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു മാന് കാണുന്നുണ്ട്. അല്ലോ എണീറ്റ് നോക്കടാ, മാന് ഇങ്ങോട്ടോക്ക്. മാന് കാട്ടിൽ ഇങ്ങോട്ടോക്ക് കാണ്ടേക്ക്. കാട്ടിലെ മാനാണത്. ഇച്ച് കാർട്ടൂണിലൊക്കെ കണ്ടക്കണില്ലേ മാന്? 2 എണ്ണം ആക്കണം, അതിൻ്റെ കുട്ടിയാക്കണം. അത് പോകണം ഇതൊക്കെ ആ മരത്തിൻ്റെ അവിടെ കണ്ട. നമുക്ക് മാനിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മാന് സാധാരണ ഇവിടെ എപ്പോഴും ഉണ്ടാവും. അവിടെ നിൽക്കുന്നതാ 2 മാന്, ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്. ഇനി വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കാണുകയാണെങ്കിൽ നമുക്ക് ക്യാമറയിൽ പകർത്താം. ഓക്കെ. അവരിങ്ങനെ സ്വതന്ത്രമായിട്ട് മേഞ്ഞ് നടക്കുകയാണ്. ആരൊരു ശല്യമില്ല. അപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയണമാണല്ലോ. രാത്രി 9 മണിക്ക്
ക്ലോസ് ചെയ്താൽ മോർണിംഗ് 6 മണിക്കേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ രാത്രി യാത്രാ നിരോധനമുള്ള ഒരു റോഡാണ് ഈ ഒരു ബന്ദിപ്പൂര് ഫോറസ്റ്റിനുള്ളിലുള്ള റോഡ്. ഒരുപാട് പ്രതിഷേധത്തിനൊക്കെ കാരണമാക്കിയിട്ടുണ്ട്. കാരണം അത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. 9 മണി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിപ്പെട്ടാൽ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് വണ്ടിയിട്ട് അതിൽ കിടന്നുറങ്ങേണ്ടി വരും. പിന്നെ രാവിലെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവും. അങ്ങനെ ഞങ്ങൾ പിന്നെ ബന്ദിപ്പൂര് ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് ഇറങ്ങുകയാണ്. എൻ്റെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റാണിത്. ഇവിടുന്ന് ഊട്ടിക്ക് 82 കിലോമീറ്ററാണ് സ്ട്രൈറ്റ്. നമുക്ക് പിന്നെ മസിനഗുഡി വഴിയാണ് പോകാനുള്ളത്. മൈസൂർക്ക് 75 കിലോമീറ്റർ ഉണ്ട്. ഗുണ്ടൽപേട്ടക്ക് 15 കിലോമീറ്ററാണ് ഇവിടുന്ന്. അപ്പോൾ ഈ ഒരു ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ്. ഈ ചെക്ക് പോസ്റ്റാണ് നമുക്ക് രാത്രി 9 മണിക്ക് അടക്കല്, കർണാടക സ്റ്റേറ്റ്. പിന്നെ രാവിലെ 6 മണിക്ക് ഓപ്പൺ ആവും. അപ്പോൾ ഫോറസ്റ്റ് പരിധി കഴിഞ്ഞ് ഇനി ഇവിടുന്ന് സ്ട്രൈറ്റ് പോയാൽ നമുക്ക് ഗുണ്ടൽപേട്ട എത്താം. ഗുണ്ടൽപേട്ട നമ്മളെ ഒരു പ്രധാന ഒരു കേന്ദ്രമാണ്. കാരണം എല്ലാ വാഹനക്കാരും ഒരു ടേണിംഗ് പോയിൻ്റാണ് ഗുണ്ടൽപേട്ട എന്ന് പറയുന്നത്. അപ്പോൾ കർണാടകൻ്റെ ഒരു ഗ്രാമ കാഴ്ചയാണ്. 2 ഭാഗം നമുക്ക് കൃഷിയിടങ്ങളാണ്. ഈ ഒരു വലതു ഭാഗവും അതുപോലെ ഇടതു ഭാഗത്ത് കൃഷിയാണ്. അപ്പോൾ നമ്മളെ പിന്നെ ഗുണ്ടൽപേട്ട ഭാഗത്താണുള്ളത്. നമ്മളടുത്ത് ധാരാളം കുട്ടികളോ ഇവിടെ നമുക്ക് ധാരാളം കാബേജ് കൃഷിയാണ് കാണുന്നത്. ചോള കൃഷിയാണ് ഈ ഭാഗം. ഇതൊക്കെ കാബേജാണ്. കാബേജ് കൃഷിയാണ് ഇവിടെ കാണുന്നത്. നല്ല കാഴ്ചയാണ്. ഇതിൻ്റെ അടിയിൽ കാബേജ് വിരിഞ്ഞിരിക്കുന്നതൊക്കെ കാണാം. ഇതാ കാബേജാണ് ഗുണ്ടൽപേട്ട കാബേജ് തോട്ടം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഈ തോട്ടം ഇദ്ദേഹത്തിൻ്റെ ആണ് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് അയാളോട് പേരും ചോദിച്ചു നോക്കാം. ചേട്ടാ പേര് മാധശെട്ടി. ആ ഉങ്ങളെ തോട്ടമാണിത്? കൃഷി തോട്ടം കാബേജ്. അപ്പോൾ കാബേജ് തോട്ടം എന്നാ ചേട്ടൻ പറയുന്നുണ്ട്. ചേട്ടാ ഈ ഗുണ്ടൽപേട്ട ഏരിയ തന്നെയാണ്. അവിടെയൊക്കെ ധാരാളം പുത്തനൂര്. ആ ഊര് ഇങ്ങനെ തന്നെ. അപ്പോൾ ഇന്ത ഭാഗത്തുള്ള ആൾ തന്നെയാണിത്. അപ്പോൾ അവരൊരു കൃഷിയിടമാണിത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പിന്നെ ഇതിനെടുത്ത കാബേജൊക്കെ ഇത് ഡാമേജാണ്. അവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ള വേറെ ചാക്ക് ഉണ്ട് അവിടെ. നല്ല കാബേജ് അവിടെ ഉണ്ട്. ഇത് ഡാമേജ് ആയതാണ്. മത്തനുണ്ട്. മത്തനൊക്കെ അങ്ങ് ഉണ്ട്. മത്തൻ്റെ കൃഷി ഇങ്ങ് എടുക്കാം. അപ്പോൾ ഇത് ചോളം, നമ്മളെ കമ്പെന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട പിന്നെ കാബേജ് തോട്ടത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം പിന്നെ കാബേജ് കൃഷിയും മറ്റുള്ള കൃഷികളൊക്കെയാണ്. നല്ല കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മളെ നോക്കുകുത്തിയാണ് ഇവിടെ വീണ് എടുക്കുകയാണ്. അപ്പോൾ എന്താ ചേട്ടൻ അത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നോക്കുകുത്തി നമുക്ക് കണ്ണട്ടാൻ വേണ്ടി അവരെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ വെച്ചതാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഗുണ്ടൽപേട്ട കിട്ടുന്നത്. ಇದು ഒരു മാസം ഇല്ല. ഈ ആഴ്ച അല്ല, ഭരണാഴ്ച കെട്ടാവും. അടുത്ത ഞായറാഴ്ച കെട്ടാക്കും അല്ലേ. അപ്പോൾ ഇത് ഏകദേശം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ വിളവെടുപ്പ് ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ റേറ്റ് ഇല്ല. 350, 50, 5 രൂപ. കിലോക്ക് 350, 5 ഗുണ്ടൽപേട്ട റേറ്റ്. നമ്മൾ നാട്ടിലെത്തുമ്പോൾ 25, 30 ആവുന്നൊക്കെ അദ്ദേഹം പറയണ്ടേ. ഇവിടുന്ന് കൂടുതൽ എടുക്കുമ്പോൾ ചെറിയ റേറ്റിനൊക്കെ കിട്ടും. ഇത് പിന്നെ ചോളം, നമ്മൾ ഈ ചോളം ഏരിയയിലാണ് നടക്കുന്നത്. നല്ല വൈബാട്ടാ. നമ്മൾ ഈ ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ ഗുണ്ടൽപേട്ടുള്ള ഈ ഒരു കൃഷി മേഖല
നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ വേറെ എനിക്ക് ഒരുപാട് കൃഷി ഉണ്ട്. നമ്മൾ പൂക്കൃഷിൻ്റെ ഒക്കെ ഏരിയ ആണ് ഈ ഗുണ്ടൽപേട്ട. അപ്പോൾ ഇപ്പോൾ ഏത് ഇത് ചീര, ഇത് ചീര. ഇതിൻ്റെ ഇടയിൽ ഇവർ ചീര വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണത്. ചേച്ചി ഇവിടെ കമ്പം പറിക്കുകയാണ്. ചോളത്തിൻ്റെ വിളവെടുപ്പ്. അപ്പോൾ നല്ലൊരു വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത്. ധാരാളം കൃഷി ഏരിയ ആണ് ഇത്. മൊത്തമായിട്ട് നമ്മളെ കേരള ഭാഗത്തൊക്കെയാണ് ഈ ഒരു കാബേജും കാര്യങ്ങളൊക്കെ എത്തുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ചേട്ടാ, അപ്പോൾ ഞങ്ങൾ പോട്ടെ. അപ്പോൾ ഇനി താങ്ക് യു കേട്ടോ. അപ്പോൾ എന്താ ചേട്ടൻ്റെ ഒരു ഏരിയ ആണത് കൃഷി. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ച ഇനി ഗുണ്ടൽപേട്ട എത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കണം. കാരണം ഒരുപാട് ലെങ്ത് ആവും. ബാക്കി വീഡിയോ നമുക്ക് പോണ ഭാഗത്ത് തൊപ്പക്കാട് മസിനഗുഡി ഭാഗത്തുള്ള വീഡിയോസൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ പിന്നെ ഗുണ്ടൽപേട്ട ജംഗ്ഷൻ കഴിഞ്ഞു. അങ്ങോട്ട് സ്ട്രൈറ്റ് മൈസൂർ റൂട്ടാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. നമുക്ക് ഗൂഡല്ലൂർ റൂട്ടാണ്, ഗൂഡല്ലൂർ ഊട്ടി റൂട്ടാണത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ പോയിട്ട്, ഏകദേശം ഒരു 10-20 കിലോമീറ്റർ പോയിട്ട് പിന്നെ തൊപ്പക്കാട് എത്തും. തൊപ്പക്കാട്ടിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകാൻ, മസിനഗുഡി പോകാനുള്ളത്. അപ്പോൾ മസിനഗുഡി വഴിയാണ് നമ്മൾ ഊട്ടി പോകുന്നത്. നേരെയല്ല, നേരെ പോകണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അതിലെ പോകണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിലെ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഏകദേശം വയനാട്ടിൽ നിന്ന് ബന്ദിപ്പൂർ, പിന്നെ മുത്തങ്ങ ഫോറസ്റ്റ്, അതുപോലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഗുണ്ടൽപേട്ടൻ്റെ ഒരു കൃഷി രീതി, കാബേജ്, മറ്റുള്ള ചോളം കൃഷി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുകയാണ്. കൂടുതൽ കൃഷി ഒന്നുമില്ല, ഒക്കെ തരിശാക്കി ഇട്ടാണ്, കൃഷിക്ക് പാകമാക്കി ഇട്ട നിലങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ വീഡിയോ എടുക്കുകയായിരുന്നു ഇവിടെ. അപ്പോൾ ഇപ്പോൾ കാബേജിൻ്റെയും കാര്യങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. അല്ല, ഒരു ബൈ പറഞ്ഞ ബൈ ഇല്ല സാബിയ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ.